എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ തുടർന്ന് പറയുന്നു, ധീരനായ അർജുന, ആരാണോ ഒന്നിനെയും ദ്വേഷിക്കാതിരിക്കുന്നത്, ഒന്നിനെയും ആഗ്രഹിക്കാതിരിക്കുന്നത്, അവൻ നിത്യസന്യാസിയാണെന്നറിയുക. എന്തെന്നാൽ ഇവിടെ രണ്ടില്ലെന്നറിയുന്നവൻ കർമ്മബന്ധത്തിൽ നിന്നും സുഖകരമാവണ്ണം മുക്തനായിത്തീരുന്നു. അതായത് ബന്ധകാരണമായതെന്തോ അതിനെ വേണ്ട പോലെ ഉപേക്ഷിച്ച ആളാണ് സന്യാസി. ബന്ധകാരണം എന്നാൽ കുടുംബം, ധനം, ദേഹാഭിവിഷയങ്ങൾ ഇവയിലെ രാഗദ്വേഷ ഭാവനയാണ്. രാഗദ്വേഷമുള്ളയാൾ പുറമേ വിഷയങ്ങളെ ഉപേക്ഷിച്ചാലും ബന്ധം ബാക്കി നിൽക്കും. അതുകൊണ്ട് തന്നെ അയാൾ സന്യാസിയാകുന്നില്ല. അല്ലയോ പാർത്ഥ, വസ്തുവിചാരമെന്ന സാഖ്യവും മനസ്സിന്റെ സമനില ശീലിക്കലെന്ന യോഗവും വേറെ വേറെയാണെന്ന് അറിവില്ലാത്ത മൂഢന്മാർ പറഞ്ഞു നടക്കുന്നു. എന്നാൽ ലക്ഷ്യമെന്തെന്ന് അറിഞ്ഞവർ അങ്ങനെ പറയുകയില്ല. ഇവയിൽ ഒന്നിനെയെങ്കിലും വേണ്ട പോലെ അഭ്യസിക്കുന്നയാൾ രണ്ടുപായം കൊണ്ടേയും ലക്ഷ്യമായ ബ്രഹ്മനിഷ്ഠ ക്രമേണ കൈവരിക്കുകയും ചെയ്യും. അതായത് വസ്തുവിചാരമെന്ന സാഖ്യവും മനസ്സിന്റെ സമനിലയെന്ന യോഗവും സാധനാനുഷ്ഠാനത്തിന്റെ പ്രാരംഭദശയിൽ രണ്ടാണെന്ന് തോന്നിയേക്കാം. വാസ്തവത്തിൽ വസ്തുവിചാരം കൂടാതെ ചിത്തസമത്വമോ ചിത്തസമത്വം കൂടാതെ വസ്തുബോധമോ തുറക്കുകയില്ല. ആരംഭദശയിൽ കർമ്മരംഗത്ത് നിൽക്കുന്നയാൾ ക്രമേണ ചിത്തസമത്വം അഭ്യസിക്കുന്നു. പിന്നീട് ആ അഭ്യാസം വസ്തുവിചാരത്തിൽ അയാളെ കൂടുതൽ ബോധവാനാക്കുന്നു. ചിലപ്പോൾ ചിത്തസമത്വം വന്നയാൾ കർമ്മരംഗം വിട്ടു നിൽക്കുകയും ചെയ്യും. കർമ്മരംഗം വിട്ട് സന്യസിക്കുന്നു. അങ്ങനെയുള്ളയാൾ ക്രമേണ വസ്തുബോധത്തിൽ മുഴുകുന്നു. അദ്ദേഹത്തിന്റെ ചിത്തക്ഷോഭ കാരണമായ കർമ്മവാസനകളെ ബാക്കിയുള്ള വസ്തുബോധം കൊണ്ട് മാറി വരുന്നതോടെ കൂടുതൽ വസ്തുബോധത്തോട് അടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പൂർണ്ണ അനുഭവത്തിൽ മനസ്സിന്റെ പൂർണ്ണമായ സമനിലയും ഉറപ്പുള്ള ബ്രഹ്മനിഷ്ഠയും ഒന്നു തന്നെയാണെന്ന ബോധം അവനിൽ ഉണ്ടാകുന്നു. മലയാള പരിഭാഷ. കർമ്മഫലത്തെ വെറുത്തിടാതായതിലാഗ്രഹിച്ചിടാത്ത നിത്യസന്യാസികൾ ആയവരി രണ്ട് യോഗത്തിനപ്പുറത്തെത്തിയിട്ട് ബന്ധമുക്തനാകുന്നിടോ. ഭക്തിയാൽ ചെയ്യുന്ന പൂജയും പിന്നെ ഈ സാഖ്യയോഗത്തിൻ പ്രപഞ്ചതത്വങ്ങളും രണ്ടെന്ന് ചൊല്ലുന്ന വിഡ്ഢിക്കിതറിവില്ലാതൊന്നതു നേടിയാൽ രണ്ടിനും തുല്യമായി. എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.